ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ മലങ്കൾട്ട് എന്നൊക്കെ പറയുന്ന ഭാഷകളൊക്കെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ അശ്വന്ത് കോക്കിനെ. അതേ ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദേഷ്യമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്. സങ്കടം എന്ന് വെച്ചാൽ നല്ലൊരു കാര്യത്തിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ക്യാഷ് മേടിച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന കുറേ മൂവി റിവ്യൂസ് ഉണ്ട് നമ്മുടെ മലയാളത്തിൽ. എക്സ്പെഷ്യലി അങ്ങനെയുള്ളവന്മാരെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂവി കാണുമ്പോൾ മൂവിയിലുണ്ട ഒരു മൂവി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, അതിൽ പൈസ മുടക്കുന്ന നിർമ്മാതാവ് അല്ലെങ്കിൽ അതിനകത്ത് എഫേർട്ട് സംവിധായകർ, നടന്മാർ, ഒരു നല്ല മൂവി എങ്ങനെ കൊല്ലാമെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ് പരിപാടി. മോണിറ്റൈസേഷൻ കിട്ടി, ആഡ്സെൻസ് അക്കൗണ്ട് വഴി പൈസ വന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചെങ്കിലും ഒരു നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ നോക്കും. ശരിക്കും വളരെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ എല്ലാവരും ഞാൻ പറഞ്ഞു കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട്, വളരെയധികം മോശം ആണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പടത്തിന് ഡീഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി, ദിലീപിൻ്റെ 180ാമത്തെ ചിത്രത്തെക്കുറിച്ചാണ്. ഞാനൊരു ദിലീപ് ഫാനാണ്, ഞാൻ ആക്ച്വലി ഒരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ ദിലീപിൻ്റെ പടങ്ങൾ കാണാറുണ്ട്, മോഹൻലാലിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. അങ്ങനെ മിക്ക സിനിമകളും കാണാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഭാഷഭേദമൊന്നുമില്ല, എല്ലാ സിനിമകളും ഇഷ്ടമാണ്. മീൻസ് എങ്കിലും നമ്മളിപ്പം അറിയാലോ, നമുക്ക് ഓരോ പല ജേണറിലുള്ള പടങ്ങളാണ് ഉള്ളത്. ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഞാൻ കഥയിലേക്കോ അല്ലെങ്കിൽ അതിലെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ലിസ്റ്റൻ സ്റ്റീഫനാണ് അത് നിർമ്മാതാവ് വന്നിരിക്കുന്നത്. പുള്ളി ആ പടത്തിൻ്റെ എടുക്കുന്ന സമയത്ത് പോലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, റിസ്ക് എടുക്കണമെന്നുള്ളത്. കാരണം നമുക്കെല്ലാം അറിയാം, ദിലീപിൻ്റെ പ്രീവിയസിലുള്ള കുറച്ച് പടങ്ങളിലൊക്കെ വളരെയധികം പുള്ളി അത്ര കംബാക്ക് എന്ന് പറയുന്നെങ്കിൽ അത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ 180ാമത്തെ ചിത്രം എന്ന രീതിയിൽ ശരിക്കും മികച്ച ഒരു സിനിമയാണ് ഈ ഒരു മൂവി. കുടുംബ പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു മൂവി ആയിരിക്കും. നമുക്ക് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മറന്ന് കുറച്ച് നേരം പോയി ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി കാണാൻ അടിപൊളിയാണ്. കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമുക്കൊരു എന്താ പറയുക, കുടുംബം, നമ്മുടെ ഈ വീട്ടിലൊക്കെയുള്ള ഒരു കുടുംബത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തെ ബന്ധപ്പെട്ട പല പല ഫാക്ടേഴ്സ് നമുക്കവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ അതിലുണ്ടാകുന്ന ചിരികളും വിഷമങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഞാനിത് പറയാൻ വന്ന കാരണം ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ മലങ്കൾട്ട് എന്നൊക്കെ പറയുന്ന ഭാഷകളൊക്കെ ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ പുള്ളിയെ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ അശ്വന്ത് കോക്കിനെ. അദ്ദേഹമാണ് ഏറ്റവും മോശം റിവ്യൂ ഇട്ടിരിക്കുന്നത്. ഉണ്ണി ബ്ലോക്കൊക്കെ ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഈ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഈ പടത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പടം, ഞാനിത് പറയാൻ കാരണം, ഞാൻ ഈ ഒരു പടം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരിക്കും ടിക്കറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം PVR ലുലുവിൽ നോക്കിയപ്പോഴത്തേക്കും 6:30 എനിക്ക് കിട്ടിയത് ഏകദേശം ഫ്രണ്ട് റോയിൽ നിന്ന് ഒരു 4-5 റോ ബാക്കിലുള്ള സീറ്റാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞങ്ങൾ ചാൻസ് കുറവായിരുന്നു, പക്ഷേ എന്തോ നമുക്ക് 2 സീറ്റ്സ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ മൂവി കാണാൻ സ്റ്റാർട്ടിങ് ടൈം മുതൽ എൻഡിങ് ടൈം വരെ അതിൽ ഹൗസ്ഫുൾ ആയിരുന്നു ഒരു മൂവി. സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പ്രായമേതമന്യേ എല്ലാ ആൾക്കാരും ആ പടം വന്ന് കാണുമ്പോൾ ആ തിയേറ്ററിൽ നിറഞ്ഞ ചിരികളായിരുന്നു. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു മൂവി മോശമാണെങ്കിൽ അത് പല വ്യക്തികളാണ് ഒരു മൂവി കാണുന്നത്, അല്ലേ? പല രീതിയിലുള്ള പല സ്വഭാവക്കാരായിട്ടുള്ള പല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആ തിയേറ്ററിൽ അന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന സിനിമ കാണുമ്പോൾ ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ചിരി അടക്കാൻ പറ്റാത്തതാണ്. പഴയ കോമഡി ആയിക്കോട്ടെ, പുതിയ കോമഡി ആയിക്കോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ ആസ്വദിപ്പിക്കുന്നുണ്ടോ ഒരു സിനിമ എന്നതാണല്ലോ മെയിൻ കാര്യം. നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ഒരു മൂവിയാണോ? ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ റിവ്യൂവേഴ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റിവ്യൂ കണ്ടിട്ടല്ല അല്ലെങ്കിൽ വേറൊരു അഭിപ്രായം കേട്ടിട്ടല്ല നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്. എപ്പോഴും ആക്ച്വലി നിങ്ങൾക്ക് ഒരു പടം കാണണമെന്ന് മൂടുണ്ടെങ്കിൽ നിങ്ങൾ ആ പടം പോയി കാണുക. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുത്താം, ചിലപ്പോൾ ഇഷ്ടപ്പെടുത്താതിരിക്കാം, തൃപ്തിപ്പെടുത്താതിരിക്കാം, ഇത് ഡിപ്പെൻസ്, അതായിരിക്കും. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവി തീർച്ചയായിട്ടും ഫാമിലിയോടുകൂടി, അതിനകത്ത് എന്താ പറയേണ്ടത്, അതിനകത്ത് ആവശ്യമില്ലാത്ത സീൻസ് ഒന്നുമില്ല. ഇപ്പം നേരത്തെ പ്രീവിയസ് കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഫാമിലി ഓറിയൻറ്റഡ് ഒരു മൂവിയാണ്. ദിലീപിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ മുതൽ പുള്ളിക്ക് നമ്മൾ മലയാളികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യനെ നമുക്കതിൽ ഉടനീളം കാണാൻ പറ്റും. അത്രയധികം വണ്ടർഫുള്ളായിട്ട് കോമ്പിനേഷൻ സീൻസ്, അതിപ്പം ദിലീപിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. സിദ്ദിഖ്, ബിന്ദു പണിക്കർ, അങ്ങനെ കുറേയധികം ക്യാരക്ടേഴ്സും കോമ്പിനേഷൻ, അല്ലെങ്കിൽ ജോണി ആൻ്റണി, പുള്ളിയുടെ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു നല്ലൊരു മൂവി. അല്ലാതെ ഈ മലങ്കൾട്ട് റിവ്യൂവേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യാൻ, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാൻ താല്പര്യം. പക്ഷേ ആ ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ മൂവി കണ്ട ഒരാൾക്ക് ശരിക്കും ദേഷ്യം വരും, ഡിസ്ലൈക്ക് ചെയ്യുന്നതാണ്. എനിക്ക് നെഗറ്റീവ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എനിക്ക് പറയുന്നത്. അതായത് ഈ അശ്വന്ത് കോക്കിൻ്റെ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ റിവ്യൂ ഒന്ന് കാണണം. കാരണം നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ഒരു റിവ്യൂ ഒന്ന് പോയി കാണണം. എന്നിട്ട് നിങ്ങൾ അതൊരു കമൻറ്റും കൂടെ കൊടുക്കും പുള്ളിക്ക്. കാരണം ഒരു സിനിമ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ആ പുള്ളിയുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം നിങ്ങൾ അത്രത്തോളം എൻജോയ് ചെയ്തൊരു മൂവിയാണ് അയാൾ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുന്നത്. ദിലീപിൻ്റെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ദിലീപ് എനിക്ക് ക്യാഷ് തന്നിട്ടില്ല, ഇതിനകത്ത് യാതൊരു ഇതുമില്ല. നല്ലൊരു മൂവി. അതൊരു ഞാനിപ്പോൾ ഈ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ പോലും കുറച്ച് ടൈമാണ്, കുറേ എഫേർട്ട് എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു. അതെടുത്തു, എഡിറ്റ് ചെയ്തു, ആവശ്യമുള്ളൂ മാറ്റി എല്ലാത്തിൻ്റെ പുറകിൽ ഒരു എഫേർട്ടുണ്ട്. ഒരു സിനിമ എടുക്കുന്നതിന് വലിയൊരു എഫേർട്ടുള്ളതാണ്. അപ്പോൾ നല്ല പടം കൂടെ ആകുമ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കുറേ അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം പേര് കാണുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ആ പടം കണ്ട ആൾക്കാരെ എത്രത്തോളം. ഇപ്പം പ്രീവിയസ്ലി അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരു പുള്ളി ഈ ബ്രോമൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. ആവറേജ് മൂവിയാണ്, മോശമെന്ന് ഞാൻ പറഞ്ഞ ഒരു ആവറേജ് മൂവിയാണ്. ആ ആവറേജ് മൂവിയെ നല്ലതാണെന്ന് റിവ്യൂ ചെയ്ത ആളാണ് ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ മൂവിയെ മോശം മൂവിയാണെന്ന് ഡീഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡീഗ്രേഡ് ചെയ്യുന്നതിനും ക്യാഷ് കിട്ടും. പിന്നെ മറ്റുള്ള ഒരാളുടെ വയറ്റത്ത് അടിച്ചിട്ട്
അരി മേടിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന റിവ്യൂവേഴ്സ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മീൻസ് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാർ. കാരണം നല്ലൊരു പടത്തിനെ നല്ലതായിട്ടും മോശം പടത്തിനെ അതിനെ മോശം ആക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇതങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണല്ലോ പുള്ളി. എനിവേ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നല്ലൊരു കാര്യത്തിനെ മനഃപൂർവ്വമായിട്ട് ഡീഗ്രേഡ് ചെയ്യുകയും അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ല. അത് നല്ല അത് പിന്നെ വേറെ കാര്യമുണ്ട്. ഈ ഇദ്ദേഹമൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ നന്നായി. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഭാവി കൂടെ നശിപ്പിക്കും. അത് വേറെ കാര്യം. സോ എനിവേ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്ന മൂവി നിങ്ങൾ കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾക്ക് കുറച്ച് നേരം ചിരിക്കണമെന്നും ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു മൂവി എന്നൊരു കോൺസെപ്റ്റൊക്കെ അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു എൻ്റർടൈൻമെൻറ്റ് കോൺസെപ്റ്റിലൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളെ ആ മൂവി തൃപ്തിപ്പെടുത്തുന്നതിൽ 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത്തരം നെഗറ്റിവിറ്റി ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ആരും ആയിക്കോട്ടെ, അദ്ദേഹം ഇപ്പോൾ അതായത് ഇപ്പം പ്രീവിയസ്ലി അയാൾ കേസിൽപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ആയാലും നമുക്ക് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കൊന്നും അറിയില്ല. എനിവേ ആ വ്യക്തി എന്നുള്ള ഇതിനെ മാറ്റി നിർത്തിയിട്ട് ആ നടൻ എന്നുള്ള രീതിയിലും നടൻ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ പടം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അല്ലാതെ ഇതുപോലത്തെ മലങ്കൾട്ട് റിവ്യൂവേഴ്സ് പറയുന്ന, അതായത് ഇപ്പോൾ പടത്തിനെയല്ല മലങ്കൾട്ട് എന്ന് വിളിക്കേണ്ടത്, ഈ റിവ്യൂവേഴ്സിനെയാണ് മലങ്കൾട്ട് എന്ന് വിളിക്കേണ്ടത്. ഈ മലങ്കൾട്ട് റിവ്യൂവേഴ്സിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പൊറുതിമുട്ടി. കാരണം എന്തോരം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്, എന്തോരം പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഒരു പടം ഇറക്കുന്നത്. ഇവർക്കൊക്കെ ഒരു ഫോണും ഒരു സ്റ്റാൻഡും ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാം. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല കാര്യമായിട്ട്. ഞാൻ ഉൾപ്പെടെ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എല്ലാവരും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പോയി കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എമിൽ സൈനിങ് ഓഫ്.